ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പ്രസവ ചികിത്സയ്ക്കായിട്ട് പാലാഴി ആയുർവേദയിലാണ് വന്നിരിക്കുന്നത്, പൂജപ്പുരയുള്ള. അപ്പം ആദ്യം വാവിനെ കുളിപ്പിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത് രമ്യയാണ്. രമ്യ ഭയങ്കര അടിപൊളിയായിട്ടാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തന്നത്. അതുപോലെ തന്നെ നല്ല എന്താ പറയുക, നല്ല അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് നോക്കി എല്ലാം നല്ല നമുക്കും കൂടെ ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ രമ്യ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു എല്ലാം. അങ്ങനെ നല്ല ഇഷ്ടപ്പെട്ടു അവിടുത്തെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ആദ്യം ഇപ്പോൾ എനിക്ക് ചെയ്യുന്നത് ഓയിൽ മസാജാണ് ഹെയറിൽ. അപ്പോൾ അവരുടെ പ്രോഡക്റ്റ്സ് തന്നെയാണ് എല്ലാം യൂസ് ചെയ്യുന്ന, എല്ലാം 100% ആയുർവേദിക് പ്രോഡക്റ്റ്സാണ്. ഞാൻ എടുത്ത പാക്കേജ് 14 ഡേയ്സിൻ്റെ പാക്കേജായിരുന്നു. ഹോം സർവീസും ആയിരുന്നു ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ 9 ഡേയ്സ് വീട്ടിൽ ഹോം സർവീസ് വന്നു. 10ാമത്തെ ദിവസം ഞാൻ ക്ലിനിക്കിൽ പോവുകയായിരുന്നു ചെയ്തത്. അന്ന് എനിക്ക് സ്റ്റീമും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ക്ലിനിക്കിൽ ചെന്നായിരുന്നു നമ്മൾ ഇതെല്ലാം ചെയ്തിരുന്നത്. പിന്നെ ഞാൻ ലാസ്റ്റ് ഒരു 14 ഡേ ആയപ്പോഴായിരുന്നു ഞാൻ ക്ലിനിക്കിൽ ചെന്നത്. അവിടെ എനിക്ക് ഞവരക്കിഴിയും ശിരോധാരയൊക്കെ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ 10ാമത്തെ ദിവസം ക്ലിനിക്കിൽ സ്റ്റീം ചെയ്യുന്ന ഡേയുടെ ഒരു വീഡിയോസാണ് ഞാൻ കാണിക്കുന്നത്. വീട്ടിലെ സർവീസിൻ്റെ വീഡിയോസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ വീഡിയോസ് എടുത്തില്ല ആ സമയത്ത്. ഓക്കെ, അപ്പോൾ ഇതിപ്പം ചെയ്യുന്നത് ഹെയർ മസാജാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഹെയർ മസാജ് ചെയ്തിട്ട് പിന്നെ ഒരു ഹെയർ പാക്ക് ഇടും. അവരുടെ തന്നെ ഒരു പ്രോഡക്റ്റാണ്. അപ്പം ഹെയർ പാക്കിട്ട് എല്ലായിടവും നന്നായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിച്ച് വയ്ക്കും. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഹെയർ മുകളിൽ പിൻ ചെയ്ത് വയ്ക്കും, കെട്ടി വയ്ക്കും. അടുത്തതായി എനിക്ക് ചെയ്യുന്നത് ഫേസ് ഓയിൽ മസാജാണ്. അവരുടെ തന്നെ ഫേസ് ഓയിൽ മസാജാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഫേസിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് മസാജ് ചെയ്ത് തരുന്നുണ്ട് രമ്യ. എനിക്ക് നല്ലൊരു റിലാക്സേഷനാണ് ആ ടൈമിൽ. നമ്മുടെ ബോഡി ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, ഒരു പുതിയൊരു ഫീലിംഗ്, പുതുതായിട്ട് വന്ന ഒരു ഫീലിംഗ് നമ്മുടെ ബോഡിയിൽ. ഭയങ്കരമായിട്ടൊരു റിലാക്സേഷനും. നമ്മുടെ ഈ ഒരു പ്രസവ ചികിത്സ എന്ന് പറയുന്നത് നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു എന്താ പറയുക, ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. കാരണം നമുക്കപ്പോൾ ആ ഒരു ബോഡിക്ക് നമ്മളൊരു മസാജിങ്ങും നമ്മൾ ഭയങ്കരമായിട്ടൊരു നമുക്ക് തന്നെ സ്വന്തമായിട്ടൊരു ഭയങ്കര ഒരു റിലീഫ് ഫീൽ ചെയ്യും ആ സമയത്ത്. അങ്ങനെ നന്നായിട്ട് എനിക്ക് രമ്യ ഫേസ് മസാജ് ചെയ്യുന്നുണ്ട്. അടുത്ത് യൂസ് ചെയ്യുന്ന ഫേസ് പാക്കാണ്. മഞ്ഞളും പിന്നെ കുറച്ച് ചേരുവകളൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു ഫേസ് പാക്കാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഓയിൽ ഇട്ട് മസാജ് ചെയ്തതിന് ശേഷം ഈ ഫേസ് പാക്ക് ഇടും. നല്ലൊരു ബ്രൈറ്റ്നസ്സും നല്ലൊരു ഗ്ലോയുമാണ് കിട്ടുന്നത്.
അതുപോലെ തന്നെ ഇത് ഫുൾ ബോഡി മസാജാണ്. അപ്പോൾ ഇതുപോലെ ഓയിൽ തേച്ചിട്ട് കാലിലും കയ്യിലും പിന്നെ നമ്മൾ പുറത്തൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ട്. അതുപോലെ വയറിലൊരു ചെറിയൊരു പാക്കും ഇടും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റീമിലോട്ട് കടക്കുന്നത്. അപ്പോൾ ഞാൻ സ്റ്റീം ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെയ്യുന്നത്. ബോഡി നന്നായിട്ട് വിയർത്ത് എന്ന് വെച്ചാൽ നല്ല വിയർക്കും നമ്മുടെ ബോഡിയൊക്കെ. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സ്റ്റീമിൽ. അപ്പം നല്ല ഫ്രഷായിട്ട് അവർ നമുക്ക് ചുക്ക് കാപ്പി ഇട്ട് തരും. ചുക്ക് കാപ്പി കുടിക്കും. അപ്പം നമ്മുടെ തലയൊക്കെ തോർത്തി വെള്ളമൊക്കെ കളഞ്ഞ് നല്ല ഫ്രഷായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് രാസ്നാദി പൊടി ഇട്ട് തരുന്നത്. നമ്മൾ കുളിച്ചതിന് ശേഷം നമുക്ക് രാസ്നാദി പൊടി ഇട്ട് തരും. പിന്നെ അവരുടെ തന്നെ കരിയുണ്ട്. അപ്പം നമുക്ക് കണ്ണിൽ ഈ ഒരു കൺമഷി എഴുതണം. അങ്ങനെ കരിയൊക്കെ നമ്മൾ എഴുതും. അപ്പോൾ എല്ലാ ദിവസവും 14 ഡേയ്സിലും വെയ്ത് ചെയ്യുമ്പോൾ നമുക്കിതെല്ലാം കറക്റ്റ് ചെയ്യുന്നതാണ് ലാസ്റ്റ്. പിന്നെ ഈ ലാസ്റ്റ് ഈ പിടിക്കുന്നതാണ് ധൂപം. നമ്മൾ മൂക്കിൽ കൂടെ കയറ്റിയിട്ട് വായിൽ കൂടെ വിടുന്നതാണ് ഈ ധൂപം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ പനി ജലദോഷം ഒന്നും വരാതിരിക്കാൻ നമ്മൾ ഇത്രയും നേരം എണ്ണയിലൊക്കെ ചെയ്യുന്നതല്ല, ഹെയർ മസാജൊക്കെ ചെയ്തിട്ട് എണ്ണ ഇരിക്കുന്നുണ്ട്. ലാസ്റ്റ് അങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ട് ധൂപം. അതെനിക്ക് കുറച്ചധികം ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ ഓക്കെ ആയി. അങ്ങനെ എല്ലാം കഴിഞ്ഞു ഫ്രഷായിട്ട് ഞാൻ രമ്യയോട് പറയാമായിരുന്നു എന്നെക്കുറിച്ച് 2 വാക്ക് പറയാനായിട്ട്. രമ്യ കുറച്ച് ഒരു നാണക്കാരിയൊക്കെയാണ് കേട്ടോ. അങ്ങനെ രമ്യയോട് പറയാണ് എന്നെക്കുറിച്ച് പറയാൻ. അപ്പോൾ രമ്യ നല്ലതാണെന്ന് മാത്രം പറഞ്ഞോളൂ. ഒറ്റ വാക്കിൽ അങ്ങ് ഒതുക്കി. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ അമ്മൂസിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് നമ്മുടെ വീഡിയോസ് എല്ലാം ക്യാപ്ചർ ചെയ്തതിന്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.